അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14 വെള്ളിയാഴ്ച. കണ്ണീർ കടലായി നെടുമ്പാശ്ശേരി വിമാനത്താവളം. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഏറ്റുവാങ്ങി. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. അപകടത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ വിമാനം രാവിലെ 10:30ഓടെയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. തുടർ നടപടികൾക്ക് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ മാറ്റി. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചത് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ. തുടർന്ന് മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറി. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് യാത്രയായി. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾ കൈമാറി. തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി ജിങ്കി KS മസ്താൻ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തി. കേരള അതിർത്തി വരെ പോലീസ് വാഹനങ്ങൾ ഈ ആംബുലൻസിനെ അകമ്പടി സേവിക്കും. 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിച്ചത്. ബാക്കി 14 മൃതദേഹങ്ങളുമായി വിമാനം ദില്ലിയിലേക്ക് തിരിച്ചു. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ ഏകദേശം 25ലധികം മലയാളികൾ ആശുപത്രിയിലാണെന്നും ഇതിൽ മലയാളികളടക്കമുള്ള 7 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് നോർക്ക CEO. മരിച്ചവരിൽ 2 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ തിരിച്ചറിയാനുള്ള അടുത്ത ഘട്ടം DNA ടെസ്റ്റാണെന്നും തുടർ ചികിത്സയ്ക്ക് നോർക്ക ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും CEO അറിയിച്ചു. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. സംസ്ഥാനത്തുണ്ടായ ഈ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിലും ദുഃഖത്തിലുമാണ് എല്ലാവരും. ദുരന്തം ഉണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. കേരള സർക്കാരും ഉടൻ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശരിയല്ലാത്ത ചില സമീപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ വിവാദത്തിനുള്ള സമയമല്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിൽ പോകാനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ച സംഭവം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റ് അപകടത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളെപ്പറ്റി പറയേണ്ടത് കുവൈറ്റ് സർക്കാരാണ്. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരിപാടികൾ റദ്ദു ചെയ്തിരുന്നു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിച്ച് മരിച്ചവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. കുവൈറ്റിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചായിരുന്നു യാത്രയ്ക്കായി കേന്ദ്രത്തിന് അപേക്ഷ നൽകിയതെന്നും ഈ ദുരന്തമുഖത്ത് കേരളത്തോട് ഇത് വേണ്ടിയിരുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റിലേക്കുള്ള യാത്ര റദ്ദാക്കിയതിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒറ്റ ദിവസത്തേക്ക് മന്ത്രി പോയിട്ട് എന്ത് കാര്യമെന്നും കേന്ദ്രമന്ത്രി കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതെ അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി വളരെ ദൌർഭാഗ്യകരമായ സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലെ അപകട സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് ശരിയായില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കേന്ദ്ര സമീപനം പ്രയാസമുണ്ടാക്കുന്നതാണെന്നും പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കാനാണ് ആരോഗ്യമന്ത്രി തന്നെ പോകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകുമെന്ന് NBTC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാമിന്റെ മകൻ ഷിബി എബ്രഹാം. കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും നിയമപരമായ എല്ലാ നടപടികളുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്നില്ലെന്നും കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മറ്റ് നിയമപരമായ ആനുകൂല്യങ്ങളും നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ഇന്നുച്ചയ്ക്ക് 3-ന് നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ച സാഹചര്യത്തിലാണ് ഉദ്ഘാടനം 3 മണിയിലേക്ക് മാറ്റിയത്. സമ്മേളനം മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും പ്രതിനിധികൾ എത്തിയ സാഹചര്യം പറഞ്ഞായിരുന്നു പരിപാടി തുടരുമെന്ന് സർക്കാർ വിശദീകരിച്ചത്. സുപ്രീംകോടതി ഉത്തരവിനനുസരിച്ചുള്ള സുരക്ഷാ പരിശോധന മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വേഗത്തിൽ നടത്തണമെന്ന ശക്തമായ ആവശ്യവുമായി കേരളം. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂവെന്ന നിലപാടിലാണ് തമിഴ്നാട്. അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും കേരളം യോഗത്തിൽ വ്യക്തമാക്കി. റോഡ് അലൈൻമെന്റ് വിവാദത്തിൽ സ്ഥലം അളന്ന് പരിശോധിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഇടപെട്ട് ഓടയുടെ ഗതി മാറ്റിയെന്ന ആക്ഷേപം ഉയർന്ന കൊടുമൺ ഭാഗത്തെ റോഡും പുറമ്പോക്കും പരിശോധിച്ച് തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഏഴാംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിൽ കൊടുമൺ സ്റ്റേഡിയം ഭാഗത്താണ് ഓടയുടെ അലൈൻമെന്റിൽ തർക്കം വന്നത്. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ച സംഭവത്തിൽ കേസെടുത്ത് ചെങ്ങന്നൂർ പോലീസ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ വാഹനത്തിൽ പരിശോധന നടത്തി. വിദഗ്ധ പരിശോധനയ്ക്കായി 4 MVD ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് തന്നെ ഇടതുപക്ഷ സാന്നിധ്യത്തിന് വലിയ തിരിച്ചടിയുണ്ടായെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പാർലമെന്റ് അംഗങ്ങൾ 43-ൽ നിന്ന് 3-ആയി കുറഞ്ഞു. തീവ്ര വലതുപക്ഷത്തിന് മേൽക്കൈയുള്ള രാജ്യത്ത് കേരളത്തിൽ മാത്രം പിടിച്ചു നിൽക്കാനായി. പാർലമെന്റ് അംഗങ്ങളെക്കൊണ്ട് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നും പുറത്ത് ബഹുജന പ്രതിരോധങ്ങളുടെ ഭാഗമാവണമെന്നും അദ്ദേഹം പറഞ്ഞു. K. മുരളീധരനെ അനുകൂലിച്ച് കോഴിക്കോട് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്നാണ് ബോർഡിലെ വരികൾ. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പോരാളി ഷാജിയെ ഭരണത്തിന്റെയും പാർട്ടിയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസമാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. 15 വർഷത്തിലധികമായി CPM നേതാക്കളും പ്രവർത്തകരും ഏറ്റവുമധികം ഷെയർ ചെയ്തിട്ടുള്ളത് പോരാളി ഷാജി സൈബർ സംഘത്തിന്റെ പോസ്റ്റുകളാണ്. പോരാളി ഷാജി ആരെന്ന് MV ഗോവിന്ദനും MV ജയരാജനും അറിയില്ലെങ്കിൽ P. ജയരാജനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്നും ചെറിയാൻ ഫിലിപ്പ് പരിഹസിച്ചു. വർക്കല പാപനാശത്തെ കുന്നിടിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിലക്ക് മറികടന്നെന്ന് റിപ്പോർട്ടുകൾ. 2014-ൽ ബീച്ചിന് സമീപം ബലിമണ്ഡപം നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ കുന്നിടിച്ചുള്ള നിർമ്മാണങ്ങൾ വൻ പാരിസ്ഥിതിക ആഘാതത്തിന് വഴിതെളിയിക്കുമെന്ന് GSI സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പരാതിക്കാരി യുവതി മൊഴി നൽകി ദില്ലിയിലേക്ക് മടങ്ങി. ഇന്നലെ രാത്രിയോടെ കൊച്ചിയിലെത്തിയ യുവതിയെ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയത് എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. പെൺകുട്ടിയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി പിതാവ് പരാതി നൽകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി പെൺകുട്ടിയെ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിൽ എത്തിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി.
100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്ന് ഹൈക്കോടതിയിൽ ഇഡി പറഞ്ഞു. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണെന്നും ഇഡി പറയുന്നു. ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് വിശദീകരണം. 2012 മുതൽ 2019 വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചിരുന്നു. 51 പേർക്ക് 24.56 കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു. പലിശ അടക്കം 48 കോടി രൂപയായി ഇപ്പോഴിത് വർദ്ധിച്ചുവെന്നും ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചു. ബാർക്കോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയുടെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. വെള്ളയമ്പലത്തെ വീട്ടിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കുന്നത്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്ന് അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. താൻ വാട്സാപ്പ് ഗ്രൂപ്പിലില്ലെന്നും ഭാര്യാപിതാവിന് ബാർ ഉണ്ടായിരുന്നുവെന്നും അർജുൻ കൂട്ടിച്ചേർത്തു. മഴയും മണ്ണിടിച്ചിലും കനത്തതിനെ തുടർന്നുണ്ടായ സിക്കിം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. ഉത്തര സിക്കിമിലെ മാങ്കാൻ ജില്ലയിൽ 2000-ഓളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. മേഖലയിലേക്കുള്ള റോഡുകൾ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ സിക്കിമിലെ മങ്കാൻ ജില്ലയിൽ മാത്രം പെയ്തത് 220 മില്ലിമീറ്റർ മഴയാണ്. കനത്ത മണ്ണിടിച്ചിലിൽ പലയിടത്തുമുള്ള റോഡുകൾ ഒലിച്ചുപോയി. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് സിയിൽ പാപ്പുവ ന്യൂഗിനിയയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന്റെ വിജയം. ഈ ജയത്തോടെ ഗ്രൂപ്പിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനും സൂപ്പർ 8-ലെത്തി. ഇതോടെ ന്യൂസിലാൻഡ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പാപ്പുവ ന്യൂഗിനിയ 19.5 ഓവറിൽ 95-ന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 3 വിക്കറ്റ് നഷ്ടത്തിൽ 15.1 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം സമ്മാനിക്കാൻ യൂറോ കപ്പിന് ഇന്ന് കിക്ക് ഓഫ്. ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്ന യൂറോ കപ്പിന്റെ 17ാം എഡിഷനിൽ 24 ടീമുകളാണ് ഏറ്റുമുട്ടാനെത്തുന്നത്. മ്യൂണിക്കിലെ ഫുട്ബോൾ അരീനയിൽ ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഇന്ന് ഏറ്റുമുട്ടുന്നതോടെ പോരാട്ടങ്ങൾക്ക് തുടക്കമാകും. ജൂലൈ 14-ന് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് കിരീട പോരാട്ടം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.